ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് സലീം കുമാറിന്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ നടി റിനി വന്നിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. ഒരു മരണ ചടങ്ങിൽ മരണപ്പെട്ട ഒരു മഹാനടന്റെ ചടങ്ങിന് വന്നിട്ട് വളരെ സന്തോഷമുഖത്തോടു കൂടിയിട്ടാണ് ഈ ഒരു നടിയാണത്തെ റിനി അറിയാലോ, ഒരു വിവാദപരമായ വിഷയത്തിലെ പരാതിക്കാരിയാണ്. സത്യത്തിൽ ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? ഒരു മരണ ചടങ്ങിന് ഒരു മരണാനന്തര വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു സിവിക് സെൻസ് ഉള്ള ഒരാളുടെ ഉള്ളിലുണ്ടാവുക, ഒരു സങ്കടമാണ് ആ മുഖത്തുണ്ടാവുക. ഇത് കുറേ ഓൺലൈൻ ക്യാമറാസും ക്യാമറാമാൻ ചാനലുകാരും മറ്റു ചാനലുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകളെ പോലെയാണ് ഈ നടി റിനി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെന്തോ ഒരു ആഘോഷ ചടങ്ങിനോ അല്ലെങ്കിൽ കല്യാണ ചടങ്ങിനൊക്കെ എത്തിയതുപോലെ ഇത് കണ്ടിട്ടൊരു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മരണാനന്തര ചടങ്ങിന് എത്തിയതായിട്ട് തോന്നില്ല. പക്ഷേ ഇവരതിനെത്തിയതാണ്. സലീം കുമാറിന്റെ ഇതിന് പ്രദർശനത്തിന് വേണ്ടി എത്തിയപ്പോഴുള്ള കാഴ്ചയാണ്. പിന്നെ ഇവര് നടീന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവരേത് സിനിമയിലാണ് ഇവർ അഭിനയിച്ചത് എന്നുള്ളത്, ഏതിലും അങ്ങനെ ഒരു സിനിമ ഉണ്ടോ ഇവർ അഭിനയിച്ചൊരു സിനിമ? പക്ഷെ എന്നാലും എല്ലാ മാധ്യമങ്ങളും കാണാം നടി റിനി എത്തി. ഏതാ സിനിമ എന്ന് വെച്ചാൽ ആർക്കും സിനിമയൊന്നും പറയാൻ പറ്റില്ല. എത്രയോ നടിമാര് വേറുണ്ട്. പക്ഷെ ഇവര് ഫേമസ് ആയത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കേസ് കൊടുത്തത് കൊണ്ടാണ്. പക്ഷെ ഇവര് സന്തോഷ മൂഡിൽ എന്തിനാണ് വന്നിക്കുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ ഒരു ആഘോഷ ചടങ്ങിനോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രമോഷൻ ചടങ്ങിനൊക്കെ വരുന്ന ഒരാളുകളുടെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നാണെങ്കിൽ അവിടെ ഗംഭീര തിരക്കാണ്. ഓരോ തിരക്കിന്റെ ഭാഗമായിട്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം ആളുകളെ ശകാരിച്ച് മാറി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചടങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആരും ഒരു സന്തോഷത്തിന്റെ മുഖത്തിലല്ല അവിടെ നിൽക്കുന്നത്. എല്ലാവരും ഒരു ടെൻഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ ക്യാമറാമാൻമാരെ കാണുക, ചാനലുകാരെ കാണുക, അതിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ. എനിക്കങ്ങനെ തോന്നിയതാണ്. എന്തായാലും ഒരു മരണ വീട്ടിൽ നിൽക്കേണ്ട ഒരു രൂപത്തിലല്ല അവർ നിന്നിട്ടുള്ളത്. No.